ഇക്ബാൽ, ഈ കൊല്ലപ്പെട്ട വയോധികയ്ക്ക് അങ്ങനെ അത്രമേൽ ഒരു കവർച്ചയ്ക്കൊക്കെ കാരണമാകുന്ന തരത്തിലുള്ള സ്വർണ്ണ സമ്പാദ്യങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണല്ലോ ഇപ്പോൾ ഈ നാട്ടുകാരൊക്കെ പറയുന്നത്. അത് തീർച്ചയായും ഈ നാട്ടുകാരിൽ പറഞ്ഞത് വെച്ച് മനസ്സിലാക്കുമ്പോൾ അവരുടെ ശരീരത്തിലാകെ ഉണ്ടായിരുന്ന ഒരു മൂക്കുത്തി മാത്രമാണ്. അവർക്ക് നേരത്തെ ഉണ്ടായിരുന്ന കമ്മലുകളെല്ലാം അവർ ഊരി വീട്ടിൽ വെച്ചു മകൾക്ക് നൽകി എന്നുള്ളതെല്ലാം പറയുന്നു. പക്ഷേ ഈ അമ്മ ഈ വീട്ടിൽ ഒറ്റയ്ക്കായിരുന്നു താമസം. അവരുടെ വീട് ഈ പരിസരത്ത് നിന്ന് കുറച്ച് അപ്പുറത്തേക്ക് ഏകദേശം ഒരു 100 മീറ്റർ മാത്രം ദൂരത്താണ് അവരുടെ വീടുള്ളത്. ഈ തൊട്ടുപുറത്തുള്ള വീടല്ലേ? ആദ്യം അംഗനവാടിയായിരുന്നു ഈ വീടാണ് ഇത്. മുമ്പ് അതൊരു അംഗനവാടിയായിരുന്നു. അതിന് തൊട്ടുപുറത്താണ് അമ്മയുടെ വീട് ഇപ്പോൾ ഉള്ളത്. അവിടെ ഇതിനടുത്ത് വെച്ചാണ് ഇത്തരത്തിലൊരു കൊലപാതകം നടന്നത് എന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും ഈ കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. എവിടേക്കും ഇപ്പോൾ പോലീസ് ആളുകളെ പ്രവേശിപ്പിക്കുന്നില്ല. കാരണം നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട്, തെളിവുകൾ ശേഖരിക്കേണ്ടതുണ്ട്. തെളിവ് പൂർണ്ണമായും ലഭിക്കണം. കാരണം വളരെ ആസൂത്രണപരമായി നടത്തിയ കൊലപാതകമാണ്. അതിനുശേഷം പിന്നീട് പ്രതികൾ രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളൊരു കേസാണ്. അതിൽ പോലീസ് വിശദമായി നടത്തിയിട്ടുള്ള ഒരു അന്വേഷണത്തിനിടയിലാണ് ഇപ്പോൾ ഈ യുവാക്കൾ ഈ മൊഴി നൽകുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകേണ്ടെങ്കിൽ വിശദമായി പരിശോധനയും തെളിവ് ശേഖരണവും നടക്കേണ്ടതുണ്ട്. അതിന്റെ ഭാഗമായി പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇക്ബാൽ? ഈ കൊലപാതകം എന്തിനു വേണ്ടി നടത്തിയെന്നാണ് പോലീസ് ആദ്യം വിചാരിച്ചത്? അതിപ്പോഴും പോലീസ് പറയുന്നത് ഈ കൊലപാതകം എന്നുള്ള കാര്യം തങ്ങൾക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. കൊലപാതകം നടന്നു എന്നുള്ളത് യുവാവ് നൽകിയിട്ടുള്ള മൊഴിയാണ്. അതുകൊണ്ട് തന്നെ ഒരു സംശയം എന്ന രീതിയിലുള്ള കാര്യങ്ങൾ മാത്രമേ തങ്ങൾക്ക് വ്യക്തമാക്കാൻ കഴിയുള്ളൂ. കൂടുതൽ കാര്യങ്ങൾ സ്ഥിരീകരിച്ച് പറയേണ്ടതുണ്ടെങ്കിൽ ഈ മൃതദേഹ അവശിഷ്ടങ്ങൾ കിട്ടണം. അത് പിന്നീട് ഈ സരസമാളിലെ തന്നെയാണെന്ന് ഉറപ്പിക്കണം. അതിനുശേഷം മാത്രമേ തങ്ങൾക്ക് ഈ സംഭവത്തിൽ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാക്കാൻ കഴിയുകയുള്ളൂ. നിലവിൽ ഈ യുവാവ് 19 വയസ്സുകാരനായിട്ടുള്ള യുവാവ് നൽകിയിട്ടുള്ള മൊഴി പ്രകാരമാണ് ഇതൊരു കൊലപാതകമാണ്. ഈ സരസമാളിലെ തിരോധാനം അത് ഈ കൊലപാതകത്തെ തുടർന്നുണ്ടായതാണ് എന്നുള്ളത് ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത്. ഏതായാലും വിശദമായിട്ടുള്ള പരിശോധനകൾ നടക്കട്ടെ. അതിനുശേഷം മാത്രമേ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാക്കാൻ കഴിയുകയുള്ളൂ എന്നൊരു നിലപാടിലാണ് ഇപ്പോൾ പോലീസ് ഉള്ളത്. ആ പരിശോധനകൾ ഉടൻ തന്നെ ആരംഭിക്കും. ഇക്ബാൽ അറക്കലാണ് വിവരങ്ങൾ നൽകിയത്. വയോധികയെ തീയിട്ട് കൊലപ്പെടുത്തി കുഴിച്ചുമൂടി എന്നൊക്കെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ. ഇക്ബാൽ, ഈ ഇരുമ്പ് വടി ഉപയോഗിച്ച് മർദ്ദിച്ചു, പിന്നീട് തീയിട്ട് കൊലപ്പെടുത്തി എന്നൊക്കെയാണ്. പക്ഷേ ഇക്ബാൽ ഇപ്പോൾ ആ സ്ഥലത്താണല്ലോ ഉള്ളത്. ഇത്രയും ക്രൂരമായൊരു കൊലപാതകം നടത്താൻ കഴിയുന്ന സാഹചര്യം ആ പ്രദേശത്തുണ്ടോ? മധു, അതായത് സമീപത്തെല്ലാം നിരവധി വീടുകളുണ്ട്. ഈ പറയുന്ന ഈ കൊലപാതകം നടന്നു എന്ന് പറയുന്ന വീടിന് സമീപത്ത് മറ്റ് വീടുകളുണ്ട്. അവിടെയെല്ലാം ആളുകൾ താമസിക്കുന്നുമുണ്ട്. പലയിടത്തും കൃഷിയിടങ്ങളുണ്ട്. പക്ഷേ ഇവിടെ എല്ലാം നിരവധി മരങ്ങളുള്ള എല്ലാം ഉള്ളൊരു മേഖലയാണ്. ഏത് സമയത്തും ആളുകൾ വന്നു പോകുന്നൊരു മേഖല കൂടിയാണ്. അവിടെ വെച്ച് എങ്ങനെ ഇത്തരത്തിലൊരു കൊലപാതകം നടത്തി എന്നുള്ളതെല്ലാം ഒരു സംശയത്തോടു കൂടിയാണ് ഇപ്പോൾ ഈ നാട്ടുകാരും പോലീസും ഇപ്പോൾ നോക്കിക്കാണുന്നത്. ഏതായാലും ആ യുവാക്കളെ ചോദ്യം ചെയ്യണം, അവരിൽ നിന്ന് കൂടുതൽ തെളിവ് ശേഖരിക്കണം. അതിനുശേഷം മാത്രമേ ഈ വിഷയത്തിൽ കൂടുതൽ വ്യക്തത വരികയുള്ളൂ എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് സംഘം അറിയിച്ചിട്ടുള്ളത്. ഇക്ബാൽ അറക്കലാണ് വിവരങ്ങൾ നൽകിയത്. പാലക്കാട് വയോധികയെ വീട്ടിൽ കയറി കൊലപ്പെടുത്തിയെന്ന പ്രതിയുടെ മൊഴിയെ തുടർന്ന് നടത്തുന്ന പ്രാഥമികമായ പരിശോധനകളാണ് ഇപ്പോൾ നടക്കുന്നത്. ഇരുമ്പ് വടികൊണ്ട് ആക്രമിച്ചുവെന്നും തീയിട്ട് കൊലപ്പെടുത്തി കുഴിച്ചുമൂടിയെന്നുമാണ് പ്രതി ഇപ്പോൾ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. ആദ്യഘട്ടത്തിൽ പോലീസ് ഇതൊരു കൊലപാതകമാണ് എന്ന് വിചാരിച്ചിട്ടില്ല. ഇപ്പോൾ നടത്തിയ പരിശോധനയിൽ കൂടുതൽ തെളിവുകൾ, മൃതദേഹാവശിഷ്ടങ്ങളോ തീയിട്ടതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ ഒക്കെ ലഭ്യമായാൽ മാത്രമാണ് പോലീസും ആ ഒരു കൺക്ലൂഷനിലേക്ക് എത്താൻ കഴിയുക. ഇക്ബാൽ അറക്കൽ വിവരങ്ങൾ നൽകിയത്.